ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബേസിക് കോൺസെപ്റ്റ്സ് ഇൻ സോഷ്യോളജി എന്ന് പറയുന്ന രണ്ടാമത്തെ ബ്ലോക്കിൻ്റെ രണ്ടാമത്തെ യൂണിറ്റിലേക്കാണ് കടക്കുന്നത്. രണ്ടാമത്തെ യൂണിറ്റിൻ്റെ പേര് റോൾ ആൻഡ് സ്റ്റാറ്റസ്, മീനിങ്, നേച്ചർ ആൻഡ് ടൈപ്സ് അല്ലേ. സ്റ്റാറ്റസ് എന്താ, റോൾ എന്താ, അതിൻ്റെ മീനിങ്ങും നേച്ചറും ടൈപ്സും ഒക്കെയാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഭാഗമാണ്. ഓക്കെ, എല്ലാവരും ആദ്യത്തെ ഹെഡിങ് ശ്രദ്ധിക്കുക, സ്റ്റാറ്റസ്, പദവി. അപ്പോൾ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാക്ക് നമ്മൾ നിത്യജീവിതത്തിൽ പല സന്ദർഭത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ സോഷ്യോളജിയിലെ സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെയാണ് നമ്മൾ സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്ന് വിളിക്കുന്നത്. മനസ്സിലായ, ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനത്തെയാണ് നമ്മൾ പദവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ ബന്ധങ്ങളുടേതായ വലക്കെട്ടിൽ ഒരു വ്യക്തി വഹിക്കുന്ന സ്ഥാനമാണ് പദവി. അതായത് സമൂഹത്തിൽ ഒരു വ്യക്തി വഹിക്കുന്ന സ്ഥാനത്തെ നമ്മൾ എന്തെന്ന് വിളിക്കും, പദവി എന്നാണ് വിളിക്കുക. റാൽഫ് ലിണ്ടൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് സ്റ്റാറ്റസിന്, പദവിക്ക് നൽകിയ നിർവചനം ഒന്ന് നോക്കുക. ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തി സ്വായത്തമാക്കിയിരിക്കുന്ന സ്ഥാനമാണ് പദവി. അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തി സ്വന്തമാക്കിയിരിക്കുന്ന സ്ഥാനത്തെയാണ് പദവി എന്ന് ആര് വിളിക്കുന്നത്, റാൽഫ് ലിണ്ടൺ വിളിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ അംഗങ്ങൾക്ക് സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനങ്ങളെയാണ് നമ്മൾ പദവി എന്ന് വിളിക്കുക. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഡോക്ടർ ഒരു പദവിയാണ്, അച്ഛനൊരു പദവിയാണ്, അമ്മ ഒരു പദവിയാണ്. ഇങ്ങനെ ധാരാളം സ്റ്റാറ്റസുകൾ സമൂഹത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ പദവി, പലതരത്തിലുള്ള പദവികൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. ഇപ്പോൾ തൊഴിലുമായി ബന്ധപ്പെട്ട പദവികൾ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുള്ള ചില പദവികൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ പറ്റും. അപ്പോൾ അതിൽ ചില ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ വ്യക്തികൾക്ക് സമൂഹത്തിൽ തൊഴിലുമായി ബന്ധപ്പെട്ട സ്ഥാനങ്ങളുണ്ട് അല്ലേ. തൊഴിലുമായി ബന്ധപ്പെട്ട് കുറേ സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നത് ഒരു തൊഴിലുമായി ബന്ധപ്പെട്ട പദവിയാണ്. അധ്യാപകൻ, ഡ്രൈവർ, ഇതൊക്കെ എന്താണ്, തൊഴിലുമായി ബന്ധപ്പെട്ട പദവികളാണ്. എന്നാൽ ഇതല്ലാതെ കുടുംബത്തിലെ ചില പദവികൾ കാണാൻ പറ്റും. അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, മകൻ, ഇതൊക്കെ എന്താണ്, കുടുംബം എന്ന് പറയുന്ന ഒരു സാമൂഹ്യ സ്ഥാപനത്തിൽ നിലനിൽക്കുന്ന പദവികളാണ് അച്ഛൻ, അമ്മ, മകൻ, സഹോദരൻ എന്നൊക്കെ പറയുന്ന പദവികൾ. മനസ്സിലായിട്ടുണ്ടല്ലോ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, മീനിങ് ഓഫ് സ്റ്റാറ്റസ്. അപ്പോൾ സ്റ്റാറ്റസിൻ്റെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. നിത്യജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്ന ഒരു പദമാണ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ പദവി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സോഷ്യോളജിയിൽ പദവി, സ്റ്റാറ്റസ് എന്ന് പറയുന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട് അല്ലേ. അപ്പോൾ സാമൂഹ്യ ഘടനയിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തെയാണ് പദവി എന്ന് വിളിക്കേണ്ടത്. സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക, പദവി എന്ന് വിളിക്കുക. സമൂഹം ഒരാൾക്ക് ഒരു പദവി കൊടുക്കുമ്പോൾ അതിനൊപ്പം ചില പങ്കുകളും നിർവഹിക്കാനുണ്ടാവും. ഇപ്പോൾ ഉദാഹരണം, ഡോക്ടർ എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കുമ്പോൾ രോഗിയെ ചികിത്സിക്കുക എന്ന് പറയുന്ന പങ്കുണ്ട്. അധ്യാപകൻ എന്ന് പറയുന്ന സ്ഥാനം കൊടുക്കുമ്പോൾ അവിടെ കുട്ടികളെ പഠിപ്പിക്കുക, കുട്ടികളെ നന്നാക്കി എടുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്തം, പങ്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊരു പദവിക്കൊപ്പം എന്തുണ്ടാവും, ഒരു പങ്ക് കൂടി നിർവഹിക്കാനുണ്ടാകും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനത്തെ, ഔന്നിത്യത്തെ അല്ലെങ്കിൽ ബഹുമാനത്തെ ഒക്കെ സൂചിപ്പിക്കുന്ന പദമാണ് പദവി എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സ്ഥാനം, ബഹുമാനം, ഇതൊക്കെയാണ് പദവി എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം. ഉദാഹരണം, സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ള ഒരാൾക്ക് വലിയ രീതിയിലുള്ള ബഹുമാനം ലഭിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഉയർന്ന സ്ഥാനത്ത് നിൽക്കുന്ന, സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ള ഒരാൾക്ക് നല്ല ബഹുമാനം ലഭിക്കും. സമൂഹത്തിൽ താഴ്ന്ന സ്ഥാനമുള്ളവർക്ക് അതിനനുസരിച്ചേ ബഹുമാനം ലഭിക്കുള്ളൂ. അപ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന, സമൂഹത്തിൽ ലഭിക്കുന്ന സ്ഥാനവും ബഹുമാനവും ഒക്കെയാണ് എന്തെന്ന് വിളിക്കേണ്ടത്, പദവി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ. ഏതൊരു പദവിക്കൊപ്പം എന്തുണ്ടാവും, ഒരു പങ്ക് നിർവഹിക്കാനുണ്ടാവും. ഇതാണ് ഇവിടെ ഓർക്കേണ്ടത്. ക്ലിയർ അല്ലേ. എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക, ഡെഫിനിഷൻസ് ഓഫ് സ്റ്റാറ്റസ്, പദവിയുടെ നിർവചനങ്ങൾ. അപ്പോൾ വ്യത്യസ്ത സോഷ്യോളജിസ്റ്റുകൾ സ്റ്റാറ്റസ്, പദവി എന്ന് പറയുന്ന വാക്കിന് വ്യത്യസ്ത നിർവചനങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ പല പണ്ഡിതന്മാരും പല രീതിയിലാണ് സ്റ്റാറ്റസ്, പദവി എന്ന് പറയുന്ന വാക്കിനെ നിർവചിച്ചിട്ടുള്ളത്. അപ്പോൾ റാൽഫ് ലിണ്ടൺ പറയുന്നത് എന്താണ്, ഒരു പ്രത്യേക സമയത്ത് ഒരു വ്യക്തി സ്വായത്തമാക്കിയിരിക്കുന്ന സ്ഥാനമാണ് പദവി. ഒരു പ്രത്യേക സമയത്ത് ഒരു സമൂഹത്തിൽ ഒരു വ്യക്തി സ്വന്തമാക്കിയിരിക്കുന്ന സ്ഥാനത്തെയാണ് പദവി എന്ന് ആര് വിളിക്കുന്നത്, റാൽഫ് ലിണ്ടനെ പോലുള്ള സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്നത്. എന്നാൽ മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സാമൂഹിക ബഹുമാനം, അംഗീകാരം, മാന്യത, ഇതൊക്കെയാണ് പദവി. അപ്പോൾ പദവി എന്ന് പറഞ്ഞാൽ മാക്സ് വെബറുടെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ ഒരാൾക്ക് ലഭിക്കുന്ന ബഹുമാനം അല്ലേ, അതുപോലെ തന്നെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന അംഗീകാരം, മാന്യത, ഇതിനൊക്കെയാണ് പദവി എന്ന് മാക്സ് വെബർ വിളിക്കുന്നത്. മനസ്സിലായോ. എന്നാൽ ഓക്ബേൺ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് പറയുന്നത് സമൂഹത്തിൽ ഒരു വ്യക്തി കൈവരിക്കുന്ന സ്ഥാനം, അതുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കടമകൾ, ഇതെല്ലാം ഉൾക്കൊള്ളുന്നതാണ് സ്റ്റാറ്റസ്. അപ്പോൾ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക്
ഉള്ള സ്ഥാനവും ആ സ്ഥാനത്തിനൊപ്പം ലഭിക്കുന്ന അവകാശങ്ങളും അതിനൊപ്പം അയാൾ നിർവഹിക്കേണ്ട കടമകളും ഒക്കെ ഉൾക്കൊള്ളുന്നതിനെയാണ് സ്റ്റാറ്റസ്. അപ്പോൾ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് വെറുതെ ഒരു സ്ഥാനം കൊടുക്കൂല, ആ സ്ഥാനത്തിനൊപ്പം തന്നെ എന്തും കൊടുക്കും, അയാൾക്ക് ചില കടമകളും അവകാശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. അതിനെയാണ് പദവി എന്ന് ഓക്ബേൺ വിളിക്കുന്നത്. മനസ്സിലായോ? നാലാമത്തത് ഹോർട്ടണും ഹണ്ടും പറയുന്നത് എന്താ, ഒരു വ്യക്തിക്ക് സമൂഹത്തിൽ കൈവരിക്കുന്ന സ്ഥാനമാണ് സ്റ്റാറ്റസ്. അപ്പോൾ ഒരു വ്യക്തിക്ക് സമൂഹത്തിലുള്ള സ്ഥാനമാണ് സ്റ്റാറ്റസ് എന്നാണ് ഹോർട്ടണും ഹണ്ടും വളരെ സിമ്പിളായിട്ട് പദവിക്ക് സ്റ്റാറ്റസിന് നൽകിയ നിർവചനം. ക്ലിയർ ആണല്ലോ? അതുപോലെ തന്നെ കിങ്സ്ലി ഡേവിസ് പറയുന്നത് എന്താണ്, സമൂഹത്തിലെ ഒരു സ്ഥാനവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ചേർന്നതാണ് എന്ത്, സ്റ്റാറ്റസ് എന്നാണ് കിങ്സ്ലി ഡേവിസ് നിർവചിക്കുന്നത്. അപ്പോൾ ഇത്രയും ഇതിൽ ഏതെങ്കിലും ഒരു 2-3 നിർവചനങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. എളുപ്പമുള്ളത് 3 പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. നേച്ചർ ഓഫ് സ്റ്റാറ്റസ്, പദവിയുടെ സ്വഭാവം. അല്ലേ? സമൂഹത്തിൽ ഒരു വ്യക്തിക്കുള്ള സ്ഥാനമാണ് പദവി എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പോൾ പദവിയുടെ പ്രധാനപ്പെട്ട ചില പ്രത്യേകതകൾ ഓരോന്നായിട്ട് നമ്മളിവിടെ പഠിക്കാൻ പോവുകയാണ്. ഒന്നാമത്തത്, പദവിയെ സൂചിപ്പിക്കുന്ന ബാഹ്യമായ ചില ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ പദവിയെ സൂചിപ്പിക്കുന്ന ബാഹ്യമായിട്ടുള്ള ചില ചിഹ്നങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയുടെ പദവിയെ സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങളും അടയാളങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു പോലീസ് ഓഫീസർ അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പുരോഹിതനെ അവർ ധരിച്ച വസ്ത്രത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ ഏതൊരു പദവിയിലിരിക്കുന്ന ആളെയും തിരിച്ചറിയാൻ ബാഹ്യമായ ചില ചിഹ്നങ്ങളിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയാളുടെ പദവി തിരിച്ചറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പോലീസ് ഓഫീസറെ അയാളുടെ യൂണിഫോമിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു ക്ഷേത്രത്തിലെ പുരോഹിതനോ അദ്ദേഹത്തിൻ്റെ വസ്ത്രധാരണത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ പദവിയെ സൂചിപ്പിക്കുന്ന ബാഹ്യമായ ചില ചിഹ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് പദവിയുടെ ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തത്, ഓരോ പദവിക്കും ചില അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഉണ്ട്. ഏതൊരു പദവി എടുത്തു നോക്കുകയാണെങ്കിലും ആ പദവിക്കൊപ്പം ചില പങ്കുകൾ നിർവഹിക്കാനുണ്ടാവും. അല്ലേ? ഉദാഹരണത്തിന് ഒരു ഡോക്ടറുടെ പങ്ക് രോഗിയെ ചികിത്സിക്കലാണ്. അധ്യാപകൻ്റെ പങ്ക് ഞാൻ പറഞ്ഞല്ലോ, എന്താണ്, കുട്ടികളെ പഠിപ്പിക്കലും കുട്ടികളെ നന്നാക്കി എടുക്കലുമാണ്. എന്നാൽ കുടുംബത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ അമ്മ എന്ന് പറയുന്ന 2 പദവികൾ എടുത്തു വെക്കുക. കുഞ്ഞുങ്ങളെ വളർത്തലും ആ കുഞ്ഞുങ്ങളെ നോക്കലും ഒക്കെ അച്ഛൻ്റെയും അമ്മയുടെയും ഉത്തരവാദിത്തമാണ്. അല്ലേ? അപ്പോൾ ഏതൊരു പദവിക്കൊപ്പം എന്തുണ്ട്, ചില അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. അപ്പോൾ പദവിയുടെ 2 പ്രത്യേകതകൾ നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു കഴിഞ്ഞു. ഇത് 2 മനസ്സിലായിട്ടുണ്ടല്ലോ. പദവിയുടെ മൂന്നാമത്തെ സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യേകത, പദവി ചില മാനദണ്ഡങ്ങളാൽ നിയന്ത്രിതമാണ്. അപ്പോൾ ഏതൊരു പദവിയും ചില നിയമങ്ങളാലും മാനദണ്ഡങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഒരാൾക്ക് സമൂഹം ഒരു പദവി കൊടുക്കുമ്പോൾ അയാളെ ചില നിയമങ്ങളിലൂടെയും മാനദണ്ഡങ്ങളിലൂടെയും ആ പദവിയെ നിയന്ത്രിക്കുന്നും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന് നിയമത്തിനനുസരിച്ചേ അയാൾക്ക് പെരുമാറാൻ പറ്റുള്ളൂ. അല്ലേ? ഒരു അധ്യാപകൻ എന്ന് പറയുമ്പോൾ അധ്യാപകന് ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കണം സമൂഹത്തിൽ, വേണ്ടേ? അപ്പോൾ ഒരു അധ്യാപകനിൽ നിന്നും ഒരു മോശമായ പെരുമാറ്റമോ മോശമായ രീതിയിലുള്ള സംസാരമോ ഇതൊന്നും ആരും എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. അപ്പോൾ ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും ഒക്കെ അനുസരിച്ചാണ് പദവികൾ എന്ത് ചെയ്യുന്നത്, നിയന്ത്രിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ പദവി ചില മാനദണ്ഡങ്ങളാൽ നിയന്ത്രിതമാണ് എന്ന് പറയുമ്പോൾ ഒരാൾ മാന്യനാവണമെന്നുണ്ടെങ്കിൽ അയാൾ സത്യസന്ധന് ആകണം. ഒരു അധ്യാപകനിൽ നിന്നും ഒരിക്കലും മോശമായിട്ടുള്ള ഒരു പെരുമാറ്റമോ മോശമായിട്ടുള്ള സംസാരമോ പ്രതീക്ഷിക്കുന്നുണ്ടോ? സമൂഹം ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല. അയാൾ നല്ല രീതിയിൽ പെരുമാറണം എന്നുള്ള ഒരു മാനദണ്ഡം അവിടെ ഉണ്ട്. ഒരു പോലീസ് ഓഫീസർ നിയമത്തിന് അനുസരിച്ച് അയാളുടെ ഉത്തരവാദിത്തം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഏതൊരു പദവിയും സമൂഹം കൊടുക്കുമ്പോൾ അവരെ നിയന്ത്രിക്കാൻ ചില നിയമങ്ങളും മാനദണ്ഡങ്ങളും ആ പദവിക്കൊപ്പം തന്നെ ഉണ്ടാവും. ഓക്കെ. ഇനി നാലാമത്തെ കാര്യം നോക്കുക, ഒരാൾക്ക് ഒന്നിലേറെ പദവികൾ ഉണ്ടാവാം. അപ്പോൾ സമൂഹത്തിൽ ഒരു വ്യക്തിക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പദവി നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാവും സ്കൂളിൽ, പക്ഷേ വീട്ടിൽ ചെന്നാൽ നിങ്ങളൊരു മകനാവാം, വീട്ടിൽ ചെന്നാൽ നിങ്ങളൊരു സഹോദരനാവാം, വീട്ടിൽ ചെന്നാൽ നിങ്ങളൊരു അച്ഛനാകാം, വീട്ടിൽ ചെന്നാൽ നിങ്ങളൊരു അമ്മയാവാം. അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒന്നിൽ കൂടുതൽ പദവികൾ സമൂഹത്തിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ ചിലപ്പം ഒരു അധ്യാപകനാവാം, ഒരേ സമയം വിദ്യാർത്ഥിയാവാം, അതേസമയം അധ്യാപകനാവാം, അച്ഛനാകാം, മകനാവാം. ഒരു വ്യക്തിക്ക് തന്നെ സമൂഹത്തിൽ ഒന്നിൽ കൂടുതൽ സ്ഥാനങ്ങൾ ഒരേ സമയം ഉണ്ടാവാം. അപ്പോൾ ഒരാൾക്ക് ഒന്നിലേറെ പദവികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇത് പദവിയുടെ നാലാമത്തെ പ്രത്യേകതയാണ്. അഞ്ചാമത്തെ പ്രത്യേകത, സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ പദവികൾ സഹായിക്കും. അപ്പോൾ സമൂഹത്തിൽ ക്രമസമാധാനം നിലനിർത്താൻ പദവി എന്ത് ചെയ്യാറുണ്ട്, സഹായിക്കാറുണ്ട്. അതെങ്ങനെ?
അതായത് സമൂഹം ഓരോ വ്യക്തിക്കും ചില പദവികൾ നൽകുമ്പോൾ ചില പങ്കുകളും അയാൾക്ക് നിർവഹിക്കാൻ കൊടുക്കുന്നു അല്ലേ? അപ്പോൾ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നതിലൂടെ സമൂഹത്തിൽ ക്രമം നിലനിർത്താൻ അതെന്ത് ചെയ്യും? സഹായകമാണ്. ഓരോ വ്യക്തിക്കും ഓരോ സ്ഥാനവും അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളും നൽകുന്നതിലൂടെ ഉത്തരവാദിത്ത ബോധം ആളുകൾക്കുണ്ടാകും. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിലൂടെ സമൂഹത്തിൽ ക്രമം നിലനിർത്താൻ വ്യക്തികൾക്ക് കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആറാമത്തെ കാര്യം, സാമൂഹ്യ പദവിക്ക് ഒരു ശ്രേണിയുണ്ട്. അപ്പോൾ സമൂഹത്തിൽ ഉയർന്നതും താഴ്ന്നതുമായ പദവികളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. സമൂഹത്തിൽ ചിലർ ഉയർന്ന പദവി വഹിക്കുമ്പോൾ ചിലർക്ക് സമൂഹത്തിൽ താഴ്ന്ന പദവികളാണ് ലഭിക്കുന്നത്. അപ്പോൾ സമൂഹത്തിലെ വളരെ കുറഞ്ഞ ആളുകൾക്കാണ് ഉയർന്ന പദവി ലഭിക്കുള്ളൂ, എന്നാൽ ഭൂരിഭാഗം വരുന്ന ജനങ്ങൾക്കും സാധാരണ പദവികളാണ് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സാമൂഹ്യ പദവിക്ക് കൃത്യമായ ശ്രേണിയുണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ പദവികൾ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സമൂഹത്തിൽ ഉയർന്ന പദവിയുള്ള ആൾക്കാരുണ്ട്, സമൂഹത്തിൽ താഴ്ന്ന പദവിയുള്ള ആളുകളുണ്ട്. ഉയർന്നതും താഴ്ന്നതുമായ പദവിയുടെ ഒരു പ്രത്യേകതയാണ്. മനസ്സിലായോ? ഇവിടെ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് സമൂഹത്തിൽ ഉയർന്ന പദവി കിട്ടുമ്പോൾ അയാൾക്കുള്ള ഉത്തരവാദിത്വം കൂടും, അയാൾക്കുള്ള പങ്ക് എന്താവും? വളരെ വലിയ പങ്കാവും നിർവഹിക്കാനുണ്ടാവുക എന്നുള്ളതും കൂടി പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ക്ലിയർ അല്ലേ? എല്ലാവരും അടുത്ത ഹെഡിങ് ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് സ്റ്റാറ്റസ്, വിവിധ തരം പദവികൾ. അപ്പോൾ സമൂഹത്തിൽ പലതരത്തിലുള്ള സ്റ്റാറ്റസ് പദവികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. പ്രധാനമായിട്ടും നമുക്ക് പദവിയെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റും. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ്, ആരോപിത പദവി ഉണ്ട്. രണ്ടാമത്തത് അച്ചീവ്ഡ് സ്റ്റാറ്റസ്, ആർജിത പദവി ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ആരോപിത പദവി അല്ലെങ്കിൽ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവികളെയാണ് നമ്മൾ ആരോപിത പദവി എന്ന് പറയുന്നത്. ഒരാൾക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്ന പദവികളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ലിംഗം, ഒരാൾ ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ജന്മം കൊണ്ടാണ്. ജാതി, ഒരാളുടെ ജാതി തീരുമാനിക്കുന്നത് ജനിക്കുമ്പോൾ തന്നെ കിട്ടുന്നതാണ് അല്ലേ? ഒരാൾ നായരാകുന്നത്, നമ്പൂതിരിയാകുന്നത്, തീയനാവുന്നത്, ഇതൊക്കെ എന്താണ്? ജന്മം കൊണ്ട് കിട്ടുന്ന സ്ഥാനങ്ങളാണ്. പ്രായം അല്ലേ, നമ്മൾ മുതിർന്ന ആളുകളെ ബഹുമാനിക്കാറുണ്ട്, അവർക്ക് പ്രത്യേക സ്ഥാനം കൊടുക്കാറുണ്ട്. അവരും നമ്മളും തമ്മിലുള്ള പ്രധാനപ്പെട്ട മാറ്റം, അവർ കുറച്ച് മുന്നേ, നമ്മളെക്കാളും കുറച്ച് മുന്നേ ജനിച്ചു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രായം എന്ന് പറയുന്നത് ഒരു പദവിയാണ്. അത് എങ്ങനെ കിട്ടുന്നതാ? ജന്മം കൊണ്ട് കിട്ടുന്നതാണ്. അപ്പോൾ ലിംഗം, ജാതി, പ്രായം എന്നൊക്കെ പറയുന്നത് ആർജിത പദവികളാണ്, ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്ന പദവികളാണെന്ന് മനസ്സിലാക്കുക. ഇത്തരം പദവികൾ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പദവികളും കൂടിയാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ ഈ ആർജിത പദവിയിലും മാറ്റം വരാം. ചില വ്യക്തികൾ ലിംഗമാറ്റം ചെയ്യാറുണ്ട്. അപ്പോൾ ലിംഗമാറ്റ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് മാറുന്നവരുണ്ട്. അപ്പോൾ ലിംഗം മാറുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ വിപ്ലവം, ഫ്രഞ്ച് വിപ്ലവം, ഇതൊക്കെ അവിടുത്തെ വരേണ്യവർഗത്തിൻ്റെ, അവിടെ ഉള്ള ഉയർന്ന പദവിയുള്ള ആളുകളുടെ അവകാശങ്ങളും പ്രത്യേക അവകാശങ്ങളൊക്കെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അമേരിക്കയിൽ വിപ്ലവം നടന്നതിന് ശേഷം, ഫ്രഞ്ച് വിപ്ലവം നടന്നതിന് ശേഷം എസ്റ്റേറ്റ് സമ്പ്രദായം തന്നെ എന്താക്കി? ഇല്ലാതാക്കിയിട്ടൊക്കെ ഉണ്ട് അല്ലേ? എസ്റ്റേറ്റ് സമ്പ്രദായത്തിൽ ഉയർന്ന ഒന്നാമത്തെ സ്റ്റേറ്റുകാർക്കും രണ്ടാമത്തെ സ്റ്റേറ്റുകാർക്കൊന്നും നികുതി ആവശ്യമില്ലായിരുന്നു. എന്നാൽ മൂന്നാം എസ്റ്റേറ്റ് പെടുന്ന ആളുകൾക്കായിരുന്നു നികുതി ആവശ്യം ഉണ്ടായിരുന്നത്, നികുതി അടക്കേണ്ടിയിരുന്നത് അല്ലേ, സാധാരണക്കാരുടെ. അപ്പോൾ എന്ത് ചെയ്തു? ഫ്രഞ്ച് വിപ്ലവം നടന്നതിന് ശേഷം ഈ എസ്റ്റേറ്റ് സമ്പ്രദായം തന്നെ എടുത്തു കളഞ്ഞു. അതോടുകൂടി ഈ ഒന്നാം എസ്റ്റേറ്റിലും രണ്ടാം എസ്റ്റേറ്റിലും പെടുന്ന ആളുകളുടെ അവകാശങ്ങൾ, അവർക്കുണ്ടായിരുന്ന വിശേഷ അവകാശങ്ങൾ എന്ത് ചെയ്തു? എടുത്തു കളയാൻ സാധിച്ചിട്ടുണ്ട് എന്നെന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ആരോപിത പദവിയിലും ചിലപ്പം എന്ത് ചെയ്യാം? ചില സാഹചര്യത്തിൽ മാറ്റം വരാം. ഓക്കെ. പഴയകാല സമൂഹങ്ങളിൽ ആരോപിത പദവിക്ക്, ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിനായിരുന്നു കൂടുതൽ പ്രാധാന്യം എങ്കിൽ ഇന്നത്തെ കാലത്ത് ആർജിത പദവിക്കാണ് കൂടുതൽ പ്രാധാന്യം അല്ലേ? ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ കാലഘട്ടത്തിൽ, മധ്യകാലഘട്ടത്തിലൊക്കെ എസ്റ്റേറ്റ് സമ്പ്രദായം ആയിരുന്നു ഒരു വ്യക്തിയുടെ പദവി തീരുമാനിച്ചിട്ടുണ്ട്. യൂറോപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഒന്നാം എസ്റ്റേറ്റ്, രണ്ടാം എസ്റ്റേറ്റ്, മൂന്നാം എസ്റ്റേറ്റ്, ഇങ്ങനെ 3 എസ്റ്റേറ്റുകളായിട്ട് യൂറോപ്യൻ സമൂഹത്തെ തരംതിരിച്ചിനും. അപ്പോൾ അത്തരത്തിലുള്ള എസ്റ്റേറ്റ് സമ്പ്രദായമൊക്കെ ആയിരുന്നു ഒരാളുടെ പദവി തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് അങ്ങനത്തെ ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസിനല്ല പ്രാധാന്യം. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു വ്യക്തിയുടെ തൊഴിൽ തീരുമാനിച്ചതിൻ്റെ അയാളുടെ ജാതിയായിരുന്നു അല്ലേ? ഒരാളുടെ ജോലി പോലും തീരുമാനിച്ചതിൻ്റെ ഇന്ത്യയിൽ പണ്ട് കാലത്ത് ജാതിയായിരുന്നു. ഇന്ന് അതിലൊക്കെ എന്ത് വന്നു? മാറ്റം വന്നിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ നോക്കുക, ആർജിത പദവി. അപ്പോൾ പദവിയിൽ രണ്ടാമത്തത് ആർജിത പദവി, അച്ചീവ്ഡ് സ്റ്റാറ്റസ് ആണ്. എന്താണ് അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്? ഒരു വ്യക്തിക്ക് തൻ്റെ കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും നേടിയെടുക്കുന്ന പദവിയാണ്, സമൂഹത്തിൽ നേടിയെടുക്കുന്ന പദവിക്കാണ് നമ്മൾ ആർജിത പദവി എന്ന് പറയുന്നത്. ഒരാൾ അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത, അയാളുടെ അധികാരം, അയാളുടെ മറ്റു നേട്ടങ്ങളൊക്കെ കൊണ്ട് നേടിയെടുക്കുന്ന പദവിയാണ് കേട്ടോ അവിടെ
ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. പദവികളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ആർജിത പദവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യത നേടുന്നതിലൂടെ ഒരു വ്യക്തിക്ക് നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കാറുണ്ട്. ഇപ്പോൾ വിദ്യാഭ്യാസ യോഗ്യത നേടി ഒരാൾക്ക് ഡോക്ടറാവാം, അധ്യാപകനാവാം, അഭിഭാഷകനാവാം, അല്ലേ, അതുപോലെ തന്നെ ഒരു കളക്ടറാവാം. ഇങ്ങനെയൊക്കെയുള്ള പദവികൾ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ നേടാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തി തൻ്റെ കഴിവ് കൊണ്ടും യോഗ്യത കൊണ്ടും നേടിയെടുക്കുന്ന പദവിയാണ് ഏതെന്ന് പറയുന്നത് ആർജിത പദവി, അച്ചീവ്ഡ് സ്റ്റാറ്റസ്. എന്നാൽ ഒരു വ്യക്തി തൻ്റെ ജന്മം കൊണ്ട് ലഭിക്കുന്ന, ഒരു വ്യക്തിക്ക് ജന്മം കൊണ്ട് ലഭിക്കുന്നതാണ് ആരോപിത പദവി എന്ന് വിളിക്കുന്നത്. ആർജിത പദവി കഴിവും യോഗ്യത കൊണ്ട് കിട്ടുന്നതാണ്. ആധുനിക വ്യാവസായിക സമൂഹങ്ങളിൽ ആരോപിത പദവിക്കാണ് കൂടുതൽ പ്രാധാന്യം. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സമൂഹത്തിൽ ആരോപിത പദവിയല്ല, ആർജിത പദവിക്കാണ് പ്രാധാന്യം, അച്ചീവ്ഡ് സ്റ്റാറ്റസിനാണ് കൂടുതൽ പ്രാധാന്യം എന്നെന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. ഒരു വ്യക്തിയുടെ കഴിവും യോഗ്യതയാണ് ആധുനിക സമൂഹത്തിൽ അയാളുടെ പദവി തീരുമാനിക്കുന്നത്. അല്ലേ, നിങ്ങൾക്ക് കഴിവുണ്ടോ, യോഗ്യത ഉണ്ടോ, എന്നാൽ നിങ്ങൾക്ക് സമൂഹത്തിൽ ഉയർന്ന സ്ഥാനം ലഭിക്കും. ഇതാണ് ആധുനിക സമൂഹത്തിൻ്റെ പ്രത്യേകത. അവിടെ അച്ചീവ്ഡ് സ്റ്റാറ്റസിന്, ആർജിത പദവിക്കാണ് കൂടുതൽ പ്രാധാന്യം. മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ മറ്റുള്ളവർക്ക് ഉപകരിക്കാനായിട്ട് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.